നമ്മളിപ്പോൾ ഉള്ളത് കവിഞ്ചി എന്ന് പറയുന്ന സ്ഥലമാണ്. കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടിയിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. മലയാളികളുടെയാണ്, ഇടുക്കി സ്വദേശികളുടെ ഒരു ഹോട്ടലാണ്. അതിൻ്റെ പേര് തന്നെ വി ഇടുക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ തന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു അരുവി പോലെയും നല്ലൊരു ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കുറച്ചും കൂടെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ ഭംഗിയുള്ളൊരു പ്രദേശമായിട്ടുമായിരിക്കും. നല്ല മഞ്ഞൊക്കെയുള്ള സമയമാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. പിന്നെ പോരാത്തതിന് ഇവിടെ ഒരു മഡ് ഹൗസ് ഉണ്ട്. ആ മഡ് ഹൗസിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അവരുടെ നമ്പർ ഞാൻ കൊടുക്കും. ഇത് കവിഞ്ചിയാണ് കേട്ടോ സ്ഥലം. അപ്പോൾ നമ്പർ ഇവിടെ കൊടുക്കാം. നമ്മുടെ മലയാളികൾ നടത്തുന്നതാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ പണി പൂർത്തിയാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. അത്യാവശ്യം ആളുകൾക്ക് ഉറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. ക്ലൈമറ്റ് ഇതായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയും വേണ്ട, ഇരിക്കാനൊക്കെയുള്ള സ്പേസ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. ക്ലൈമറ്റും കൂടെ സൂപ്പറായിരുന്നിട്ടുണ്ടല്ലോ, പൊളിയായിരിക്കും കേട്ടോ. കാരണം ഇപ്പോൾ നല്ല വെയിലാണ്, നല്ല മഞ്ഞുള്ളൊരു പ്രഭാതത്തിൽ ഇവിടെയൊക്കെ വന്നിരുന്ന് ഇതിൻ്റെ ഉമ്മറത്തിരുന്നിട്ടൊരു കോഫിയൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്കിവിടെ താമസിക്കാനായിട്ട് ഒരു ദിവസം വരണം. ഒന്ന് നല്ല മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു നല്ല സീസൺ വരുമല്ലോ, ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മളിവിടെ വരും. നമ്മുടെ മലയാളികൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ ഇടുക്കിക്കാരാണ്. അവരുടെ നല്ല അടിപൊളി ഭക്ഷണം, നല്ല രുചികരമായ നമ്മുടെ നാടൻ ഭക്ഷണം നമുക്ക് ഇവിടുന്ന് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും കവിഞ്ചി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മരിയ ചേച്ചിയാണ്. ആൻറ്റീന്നൊന്നും വിളിച്ച് പ്രായമൊന്നും കൂട്ടുന്നില്ല. മരിയ ചേച്ചിയാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓള്. നമ്മുടെ ഇടുക്കിക്കാരിയാണ്, ചിന്നക്കനാൽ സ്വദേശിയാണ്. ഇത് നമ്മളെ കവിഞ്ചി 4 വർഷമായി ഇവരിങ്ങനെ ഈ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇതിൻ്റെ പണി അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. നമുക്ക് ഇതിനെപ്പറ്റി വിശേഷങ്ങൾ ചോദിക്കാം. ഇത് 1 മാസമായാലും ഞങ്ങളത് പണിതിട്ട് ഇനി തുടങ്ങിയിട്ടില്ല. കുറച്ചും കൂടെ പണികൾ ചെയ്യാനുണ്ട്. 1 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേന് ഇത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ നവംബർ ആദ്യ വീക്കോട് കൂടിയിട്ട് ഇതിന്റെ ഓപ്പണിംഗ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിന്റെ കൂടെ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ. ഇനി എങ്ങനെയാണ് ഇത് ഇതാവുന്നതെന്ന് അറിയില്ല, ഞങ്ങളൊക്കെ തുടക്കക്കാരാണ്. നമ്മൾ ഫുഡോട് കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നമ്പർ കൊടുക്കാം. ഞങ്ങളും വരും കേട്ടോ. ഞങ്ങൾ ഇതിന്റെ പണി ഒരു സീസൺ ആകുമ്പോൾ നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് ഞങ്ങൾ കൂടെ വരും കേട്ടോ. ഓക്കെ. ആരൊക്കെ? അച്ചായനും പിന്നെ ഞങ്ങൾ ഫാമിലി 2 മക്കള്. മൂത്ത മോൻ ഇവിടുന്ന് പെണ്ണ് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അച്ചായനും ഉണ്ട്. അപ്പം നമ്മുടെ ചിന്നക്കനാൽ സ്വദേശികളാണ് കേട്ടോ. അപ്പോൾ അവർ ഹൈ റേഞ്ച് ആണ്, ഇവിടെയും ഹൈ റേഞ്ച് ആണ്. അപ്പോൾ മൊത്തത്തിലൊരു ഹൈ റേഞ്ച് ഫീലാണ്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ഞങ്ങൾ ശരിക്കും നാട്ടിലത്തെ ഒരു ഫീൽ കിട്ടി. ഞങ്ങൾ ആ മലയാള ബോർഡ് കണ്ടപ്പോഴാണ്, ഇടുക്കിന്ന് എഴുതി കണ്ടപ്പോഴാണ് വന്നത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ധൈര്യമായിട്ട് ഫുഡ് ഉൾപ്പെടെ നമുക്കിത് അവൈലബിൾ ആകും. അപ്പോൾ റേറ്റൊക്കെ അത് സീസണലി അത് അതിനനുസരിച്ച് അവർ പറയും. എന്തായാലും നമ്പർ കൊടുത്തേക്കാം, മരിയ ചേച്ചിയുടെ നമ്പർ കൊടുത്തേക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ നേരിട്ട് വിളിച്ച് അന്വേഷിച്ച് അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വരിക.